ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ ഓണപ്പൂക്കളാണ്. ഞാൻ ഒറ്റ ദിവസം ഇട്ടിട്ടുള്ളൂ, പൂവിട്ടിട്ട് പൂവില്ലാത്തതുകൊണ്ടോ എന്നും കടയിൽ നിന്ന് മേടിച്ചിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അമ്പലത്തിലേക്കുള്ള പോകാൻ റെഡിയായിട്ടുള്ളതാണ് ഈ കാണുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ഛർദി വെക്കാനൊക്കെ ആയിരുന്നു. മാനന്തവാടി വരെ പോകണ്ടേ, ഛർദിച്ച് വെക്കാനൊക്കെ നിൽക്കുക. ക്ഷീണിച്ചു എല്ലാവരും. പറന്നു പോവാൻ സ്പീഡിലും ഉണ്ട്. തിരിച്ചു വരുമ്പോഴത്തേക്കും അതല്ലേ അമ്പലത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ആൾ കുറവായിരുന്നു. പിന്നെ നോക്കുമ്പോൾ നിറച്ച ആളുകളായി. പാട്ടുണ്ട്, പക്ഷെ അത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ പാട്ട് കട്ടാക്കി. ഞങ്ങൾക്ക് ഓണക്കൂടെയൊക്കെ കിട്ടി കേട്ടാ. എനിക്ക് സെറ്റ് സാരി കിട്ടി, ഏട്ടനും മുണ്ട് കിട്ടി, മക്കൾക്ക് തോർത്ത. ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ആൾ കുറവായിരുന്നു. ഒരുപാട് പേരുണ്ട് അമ്പലത്തിൽ. മഞ്ഞുണ്ട്, അതുകൊണ്ട് ശരിക്കും നല്ല തണുപ്പും മഞ്ഞും ഉണ്ട്. അതുകൊണ്ട് പക്ഷേ മങ്ങിയ പോലെ ഇരിക്കുന്ന വീട്. അവിടെ ഒരു പ്രത്യേക ഒരു ഇതാ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറേ നേരം നിന്നു, താമസമായിട്ട്. പിന്നെ ഞാനവിടെ പോയി ഇരുന്നായിരുന്നു. തണുപ്പല്ലേ, ഒന്നാമത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ രാവിലെ വെളുപ്പിന് എണീച്ചായിരുന്നു, എല്ലാം ആക്കണ്ടേ. പിന്നെ ഞാൻ പതുക്കെ അവിടെ ഇരുന്നു. അമ്മ ആദ്യം പോയിരുന്നത് പുറകെ ഞാനും പോയിരുന്നു. ഞാൻ പോയിരുന്ന് കുറച്ച് നേരത്തേക്കും മക്കൾ രണ്ടുപേരും പുറകെ വന്ന് അവിടെ പറ്റിപ്പിടിച്ചു. ഏട്ടൻ അവിടെ നിന്ന് തേങ്ങയൊക്കെ പിടിച്ചിടാൻ നോക്കി. കണ്ട, ക്ഷീണിച്ചു പോയി, ഛർദിച്ചു. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. അമ്മയും ഞാനവിടെ പോയി സീറ്റ് പിടിച്ചാൽ നേരത്തെ. എൻ്റെ മോൾക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നാണം വന്ന്, നാണം കൂടി. ഓണക്കൊടി വാങ്ങാൻ വേണ്ടി നിൽക്കുക ഞാൻ. ഏട്ടനാ ഫസ്റ്റ് കിട്ടി. ഏട്ടനെടുത്ത് വീഡിയോ കിട്ടിയില്ല, അപ്പോൾ ഓണായില്ല. അതാ എനിക്ക് കിട്ടി സെറ്റ് സാരി. മോനെ വിളിക്കുന്നുണ്ട്. ഏട്ടനും കിട്ടി. മോൻ്റെ കാത്തുക്ക അവൻ്റെ പേരിക്ക് അവനും കിട്ടി. തോർത്താട്ടോ മക്കൾക്ക് കൊടുക്കുന്നത്. അമ്മമാർക്ക് സാരി, അച്ഛന്മാർക്ക് മുണ്ടും. ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ വേഗം മേടിച്ചത് അത്രയും ദൂരം തിരിച്ചു വരേണ്ടതുണ്ട്. നമുക്ക് വേഗം തന്നതാണ് അവർ. ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അമ്പലം. കാടൊന്നും അല്ല കേട്ടോ, മരങ്ങൾ.